ഹായ് ഹലോ നമസ്കാരം. സാൻഡി അൽബൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് വെട്ടി വാരി കൂട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ കാച്ചിലാണ്. അപ്പോൾ ഇപ്പോൾ കാച്ചിൽ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ കാച്ചിൽ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നൊരു പുഴുക്ക് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും, എല്ലാവർക്കും കഴിക്കാൻ പറ്റും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും, പോഷക ഗുണമുള്ളതും കൂടെയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വാരി വെച്ചിരിക്കുന്ന ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് നമ്മൾ അതിനകത്ത് വേവിക്കാൻ വയ്ക്കുക. പിന്നെ നമ്മൾ അതിനുള്ള കൂട്ട് തയ്യാറാക്കുന്ന തേങ്ങ, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക. അപ്പോൾ കുരുമുളക് ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കണം. അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടുതലിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ അരയ്ക്കണം. അപ്പോൾ മുളക് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എന്നാലും കുത്തിയും പൊട്ടിച്ചൊക്കെ നോക്കുകയാണ്. അപ്പോൾ കാണിക്കുമ്പോൾ ഒരു വിനയും വൃത്തിയായിട്ടൊക്കെ കാണിക്കണ്ടേ. വെള്ളം വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ വെള്ളം ഊറ്റിക്കളയരുത്. അതിൻ്റെ സകല ഗുണവും നമുക്ക് അതിനകത്ത് കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് വെള്ളം ഊറ്റിക്കളയരുത് എന്ന് പറഞ്ഞത്. വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടും കൂടെ ചേർത്തിട്ട് മുളകെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ്. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കുരുമുളക് ഇച്ചിരി കൂടുതൽ എടുക്കണം, എന്നാലേ ആ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റ് ഉള്ളതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. എരിവ് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ അത് എരിവ് കുറച്ച് വേണം നിങ്ങൾ അരയ്ക്കാനായിട്ട്. പക്ഷേ അതിൻ്റെ വറ്റിച്ചെടുത്തതെന്നുള്ള ഇത് കണ്ടോ ഞാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം പുഴുക്കാണല്ലോ, അപ്പോൾ നല്ല കുറുകിയ രീതിയിലിരിക്കണമല്ലോ, വെള്ളം പോലെ ആകാനും പാടില്ല. അതിന് വേറെ എരിചേരി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കുറുക്കി തന്നെ എടുക്കുകയും വേണം കേട്ടോ. നന്നായിട്ട് അടച്ചു വയ്ക്കുക. നമ്മൾ നല്ലോണം ഒരു തവിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളിട്ട് കുത്തി പൊട്ടിച്ച് നമ്മൾ നന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ വീട്ടിലുള്ളിൽ തന്നെ നമുക്ക് പോഷകപരമായ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ മറക്കരുത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിയാൽ ഒരിക്കലും അത് കളയാൻ പാടില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി എരിവ് കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.